പോരാട്ടങ്ങളെ അവർക്ക് ന്യായീകരിക്കാൻ എപ്പോഴുമുള്ള ഒരേ ഒരു കാരണം എന്നുള്ളത് ഇത് ജിഹാദ് എന്ന് പറയുന്നത് എപ്പോഴും വിശുദ്ധമായ യുദ്ധമാണ്. അത് കാഫറുകളെ ഇല്ലാതാക്കുക, മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലുക, അതിനൊപ്പം ഈ വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുത്ത് അത് അവസാനം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ സ്വർഗത്തിൽ വന്ദിപ്പുഴയും ഹൂറിമാരെയും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായി ജിഹാദിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത് എപ്പോഴും നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതായത് ഈ പറയുന്ന 3 പേരുടെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു, അത് ഹൈക്കോടതി ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റ് പ്രതികളെ പോലെ ഈ പറയുന്ന ആളുകൾക്കും ഭീകര ആണ് എന്നുള്ള കാര്യത്തിൽ ആത്യന്തികമായി കോടതിക്കും ഒരു സംശയമില്ലാതെ ഈ സ്ഫോടന കേസിൽ അവർ പ്രതികളാണെന്നുള്ള കാര്യത്തിൽ കോടതികൾക്കും ഒരു സംശയമില്ലാത്ത സാഹചര്യം വരുന്നു. പക്ഷെ അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത ഡൗൺ പ്ലേ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എപ്പോഴും ചവിട്ടിപ്പിടിച്ചാണ് ഈ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേരളത്തിലുണ്ടാകുന്ന ജിഹാദി പ്രവർത്തനങ്ങളുടെ ഈ വേലിയേറ്റത്തെക്കുറിച്ച് ജനൻ ടി വി നമ്മൾ ചർച്ച ചെയ്ത് റൈറ്റ് സൈഡ് ചർച്ച ചെയ്തത് കേരളത്തിലെ ജിഹാദികളെ അടക്കം വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും വേണം, ഇതിനെതിരെയുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ കേസിൻ്റെ ചരിത്രവും എല്ലാം നമുക്കറിയാവുന്നതാണ്. ആളുകൾ കൊല്ലപ്പെട്ടു, ഇവർ ഇവിടെ നിന്ന് പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും ഇതിൻ്റെ റൂട്ട് കോസുകളിലേക്ക് ഈ പറയുന്ന യുവാക്കൾ അവർ എങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു, അവർ എവിടെ വെച്ച് ആരുടെ പ്രേരണയിൽ ഈ തീവ്രവാദത്തിലേക്ക് എത്തപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങളോ പരിശോധനകളോ ഉണ്ടാകുന്നുണ്ടോ? അതോടൊപ്പം പ്രധാനപ്പെട്ടൊരു കാര്യം, ഈരാറ്റുപേട്ടയെക്കുറിച്ച് ആരുമൊന്നും സംസാരിക്കരുത് എന്നത് ഇടക്കാലത്തൊരു തിട്ടൂരമുണ്ടായിരുന്നു. PC ജോർജ് ഈരാറ്റുപേട്ടയിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെതിരെ സംസാരിച്ചവർ, അതിനെതിരെ വലിയ വാചാടോപം നടത്തിയവർ ഒക്കെ ഇപ്പോഴും നിശബ്ദരാണ്. അവർ കൃത്യമായി ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. കേരളത്തിലെ ചില പോക്കറ്റുകൾ തീവ്ര ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ അവിടെ നിന്നുള്ള കുട്ടികൾ അവർ ജിഹാദികളായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം അത് കേരളം ഇനിയെങ്കിലും അംഗീകരിക്കണം. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള യുവാക്കളെ തീവ്രവാദത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങളും ഉണരേണ്ടതുണ്ട്.